ഹലോ ഗായ്സ്, നമസ്കാരം. സന്തോഷ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യൂ പോയിന്റ് കാണാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇന്ന് അവിടെ പോവുകയുണ്ടായി ഗൈസ്. എന്തൊരു സുഖമായിരുന്നു എന്നറിയാം കാണാൻ. അതിൻ്റെ മുകളിൽ എപ്പോഴും കാറ്റുണ്ട്. അതിദൂരെ മലനിരകൾ കാണാം. അതിൻ്റെ താഴെ കർഷകരുടെ ചെറിയ രീതിയിലുള്ള കൃഷി കാണാം. പക്ഷെ അത് നമുക്കൊരു പൊട്ട് പോലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഫാമിലിയും കൂടെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഫാമിലീസ്, യുവാക്കളെല്ലാം അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ മക്കളെല്ലാം ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് അങ്ങനെ ഒരു സൈഡിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ ശ്രദ്ധിക്കണം, അതിൻ്റെ ഇടയിൽ വീഡിയോ പിടിക്കണം. എന്നാ വെച്ചാൽ കാല് തെറ്റിപ്പോയ അഗാധമായ കുഴിയാണ് കേട്ടോ. കാണുന്നുണ്ടോ? വലിയ കുഴിയാണ്. ഒരു കല്ല് ഒന്ന് തെറ്റിപ്പോയാൽ താഴെ കുഴിയിലേക്ക് പോവും. അത്രയ്ക്കും അഗാധമായ കുഴിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കറങ്ങി റൗണ്ട് ചെയ്ത് വരുവാണ് കേട്ടോ. അപ്പം നമ്മുടെ വലതുഭാഗത്തായിട്ട് കുറച്ച് ചേട്ടന്മാർ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തും കേട്ടോ. മലനിരകളും പിന്നെ അഗാധമായ കുഴി, നല്ല എത്രത്തോളം ഹൈറ്റിലാണോ അത്രത്തോളം ഹൈറ്റിലാണ് നമ്മളുള്ളത്. മൊത്തത്തിൽ ഈ മലകളിൽ നിന്നുള്ള ഏകദേശം ടോപ്പ് പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ താഴെ കുഴിഭാഗത്തെല്ലാം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. വേനൽ മൂത്തോട് കൂടിയിട്ട് പുല്ലെല്ലാം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മേലെ ഭാഗത്തുള്ള പുല്ലെല്ലാം കരിഞ്ഞു തുടങ്ങി കേട്ടോ. ഏലപ്പീടിക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് നമുക്ക് നെറ്റിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ കണ്ണൂരിൽ നിന്ന് പോന്നിട്ട് ഏകദേശം നെടുമ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാനന്തവാടി റോഡിലാണ് ഇത് കാണുന്നത്. ഏകദേശം 15 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ ഈ വ്യൂ പോയിൻ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ. അവർ താഴോട്ട് നോക്കിയിട്ട് അവരുടെ ഇരിപ്പ് കാണാൻ, ആ ഇരിപ്പ് കാണാനൊക്കെ ഒരു സ്റ്റൈലില്ലേ. നോക്കിയാൽ കുഴിയിലോട്ട് നോക്കിയുള്ള അവരുടെ ഇരിപ്പ് ഒരു രസമില്ലേ. കാല് തെറ്റിയാൽ താഴെ കുഴിയിലാട്ടോ. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ വീഡിയോസ് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആ കുഴിയിൽ താഴെ കുഴിഭാഗത്തും മലകൾ കാണാം കണ്ടോ. അതിൻ്റെ താഴെ ഒരു മലയുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ എത്ര ഉയരത്തിലായിരിക്കും ഉള്ളതെന്ന് കണക്കൂട്ടുക. നമ്മൾ നോക്കുന്നതിൻ്റെ താഴെ മലകൾ കാണാം. സാറിന് നമ്മൾ മേലെയാണ് മലകൾ കാണാറ്, നമ്മൾ താഴെ മലകൾ കാണുന്നുണ്ട്. ഇത് അവിടെ മഴഭാവിന് ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ ഏരിയയിൽ എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് അറിയാൻ വേണ്ടി, മഴയുടെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, തോതറിയാൻ വേണ്ടി മഴഭാവിനെയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണിച്ചാർ പഞ്ചായത്തിൻ്റെ വകയായിട്ട് വച്ചേക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ ഭാഗമാണ് കേട്ടോ. കൊട്ടിയൂർ കേളകം, അങ്ങനെ ആ ഭാഗമാണ് ഈ കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് കാണാൻ പറ്റുക. കൊട്ടിയൂർ കേളകമൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ബിൽഡിങ്ങൊക്കെ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് നമുക്കൊരു ബൈനോക്കുലറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വാഹനങ്ങളൊക്കെ കാണാൻ പറ്റും. അത്രയ്ക്ക് ഉയരത്തിലാട്ടോ നമ്മൾ. അത്രയ്ക്ക് ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉയരത്തിൽ. അപ്പോൾ ഇതൊരു ചുറ്റപ്പെട്ട ഒരു കുന്നിൻ്റെ ടോപ്പാണ്. ഇതിൻ്റെ മേലെ ഒരു കുരിശൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർ വന്നിട്ട് അതിൽ അതിൽ കയറാനും പിടിക്കുകയൊന്നും ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഫാമിലിയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ മകനും 2 മക്കളും വൈഫും ഉണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.